മറ്റുള്ളവരുടെ വിജയത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് വളരെ അപൂർവമായ ഒരു അനുഭവമാണ്. നമ്മളെല്ലാവരും സ്വന്തം വിജയത്തിനു വേണ്ടി ഓടുന്ന ഈ കാലത്ത് മറ്റുള്ളവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കിട്ടുന്ന സംതൃപ്തി എത്ര മനോഹരമാണ്. ഒരു തീപ്പെട്ടി കത്തിച്ച് വലിയ തീയുണ്ടാക്കുന്നത് പോലെയാണ് ഇത്. തീപ്പെട്ടി കത്തിത്തീർന്നു, പക്ഷെ അതുണ്ടാക്കിയ തീ വളരെ നേരം കത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ആരെങ്കിലുമൊക്കെ സഹായിക്കുമ്പോൾ, അവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ സഹായിക്കുമ്പോൾ, അവർ വിജയിക്കുന്നത് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ ലെവലിലാണ്. അത് സ്വന്തം അച്ചീവ്മെന്റ് കിട്ടുന്നതിനേക്കാൾ വലിയ സന്തോഷമായിരിക്കും പലപ്പോഴും. കാരണം അത് പ്യുവറായ സന്തോഷമാണ്. അതിൽ ഈഗോയോ കോമ്പറ്റീഷനുമില്ല. ഒരു ടീച്ചറിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അവരുടെ സ്റ്റുഡൻസ് വിജയിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം എത്ര വലുതാണ്. അവർ പഠിപ്പിച്ച കുട്ടി ഡോക്ടർ ആയാലോ എഞ്ചിനീയർ ആയാലോ അവരുടെ മുഖത്തെ സന്തോഷം കാണാൻ എത്ര മനോഹരമാണ്. അവർ അവരുടെ സ്വന്തം വിജയത്തേക്കാൾ വലുതായി കാണുന്നത് അവരുടെ സ്റ്റുഡൻസിന്റെ വിജയത്തെയാണ്. ഇതാണ് ട്രൂ ഫുൾഫിൽമെന്റ്. അനൂപ്, നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് വളരെ കുറവാണ് ഇത്തരം മെന്റാലിറ്റി. എല്ലാവരും ഇൻഡിവിജ്വൽ സക്സസിന് വേണ്ടി മാത്രം ഓടുന്നു. പക്ഷേ കളക്റ്റീവ് സക്സസ് എന്ന കോൺസെപ്റ്റ് നമ്മൾ മറന്നുപോകുന്നു. ഒരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ, നമ്മുടെ കൊളീഗിനെ സഹായിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അൾട്ടിമേറ്റ്ലി ആ ടീം മുഴുവൻ ബെനിഫിറ്റ് ചെയ്യുന്നു. നമ്മളും അതിന്റെ ഭാഗമാണ്. ഇത്തരം സെൽഫ്ലെസ് അപ്രോച്ചിന് വളരെ വലിയ ഇന്നർ പീസ് കിട്ടും. കാരണം നമ്മൾ കോൺസ്റ്റന്റ്ലി കമ്പാരിസൺ ചെയ്യുന്നില്ല, കോമ്പറ്റീഷനിലല്ല, പകരം കൊളാബറേഷനിലാണ്. മറ്റുള്ളവരുടെ സക്സസ് നമ്മുടെ ത്രെട്ടല്ല, പകരം നമ്മുടെ ജോയ് ആണ്. ഇത് വളരെ ലിബറേറ്റിംഗ് ആയൊരു ഫീലിംഗ് ആണ്. ഒരു പാരന്റിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അവരുടെ കുട്ടികൾ വിജയിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം എത്ര പ്യുവറാണ്. അവരവരുടെ സ്വന്തം ഡ്രീംസ് പോലും സാക്രിഫൈസ് ചെയ്യും കുട്ടികളുടെ ഫ്യൂച്ചറിനു വേണ്ടി. അവരുടെ കുട്ടി സക്സസ്ഫുൾ ആകുന്നത് കാണുന്നതാണ് അവരുടെ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ്. ഇതാണ് അൺകണ്ടീഷണൽ ലവിന്റെയും സെൽഫ്ലെസ്നെസ്സിന്റെയും പവർ. വർക്ക് പ്ലേസിൽ ഇത്തരം ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ വളരെ വാല്യുബിൾ ആണ്. അവർ ജൂനിയർ കൊളീഗ്സിനെ മെന്റർ ചെയ്യും, അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും, അവരുടെ ടീം മെമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യും. ഇത്തരം ആളുകൾ നാച്ചുറൽ ലീഡേഴ്സായി മാറും. കാരണം ആളുകൾ അവരെ ട്രസ്റ്റ് ചെയ്യും, റെസ്പെക്റ്റ് ചെയ്യും. ഇത്തരം അപ്രോച്ചിനൊരു റിപ്പിൾ എഫക്റ്റ് ഉണ്ട്. നമ്മൾ ആരെങ്കിലും സഹായിക്കുമ്പോൾ അവർ മറ്റാരെങ്കിലും സഹായിക്കും. ഇങ്ങനെ ഒരു പോസിറ്റീവ് സൈക്കിൾ ഉണ്ടാകും. ഒരു കമ്മ്യൂണിറ്റി മുഴുവൻ ഇത്തരം വാല്യൂസ് ഉള്ളവരായി മാറും. എല്ലാവരും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു എൻവിറോൺമെന്റ് ഉണ്ടാകും. പക്ഷേ ഇത് എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ ഈഗോനെ കൺട്രോൾ ചെയ്യണം, ക്രെഡിറ്റ് ഷെയറിംഗ് ചെയ്യണം, സംടൈംസ് നമ്മുടെ സ്വന്തം ഇൻട്രസ്റ്റ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിന്റെ ലോങ് ടേം ബെനിഫിറ്റ്സ് വളരെ വലുതാണ്. നമുക്ക് ജെനുവിൻ റിലേഷൻഷിപ്സ് കിട്ടും, റെസ്പെക്റ്റ് കിട്ടും, ഇന്നർ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇത്തരം മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ പ്രാക്ടീസ് വേണം. ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. ഒരു കൊളീഗിനെ സഹായിക്കുക, ഒരു ജൂനിയറിനെ ഗൈഡ് ചെയ്യുക, ഫാമിലി മെമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ ചെറിയ സ്റ്റെപ്സ് എടുത്താൽ മതി. ഗ്രാജ്വലി ഇത് നമ്മുടെ നേച്ചറായി മാറും. റിമെമ്പർ, ട്രൂ ലീഡർഷിപ്പ് എന്നത് മറ്റുള്ളവരെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, അവരെ ഇൻസ്പയർ ചെയ്യുന്നതാണ്. നമ്മൾ എത്ര സക്സസ്ഫുൾ ആണെന്നതിനേക്കാൾ നമ്മൾ എത്ര പേരെ സക്സസ്ഫുൾ ആക്കി എന്നതാണ് ഇമ്പോർട്ടന്റ്. ഇതാണ് റിയൽ ലെഗസി. ഇതാണ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ്. ഈ ജേർണിയിൽ നമുക്ക് കിട്ടുന്ന പീസ് ഓഫ് മൈൻഡ് വേറെ ലെവലിലാണ്. കാരണം നമ്മൾ കോൺസ്റ്റന്റ്ലി വറി ചെയ്യുന്നില്ല നമ്മുടെ പൊസിഷനെക്കുറിച്ച്, നമ്മുടെ സ്റ്റാറ്റസിനെക്കുറിച്ച്. പകരം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം എന്നതിലാണ്. ഇത് വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഒരു അപ്രോച്ചാണ്. അവസാനം പറയാനുള്ളത്, ഇത്തരം സെൽഫ്ലെസ് അപ്രോച്ച് നമ്മുടെ ഓൺ ഗ്രോത്തിനെയും ആക്സിലറേറ്റ് ചെയ്യും. കാരണം മറ്റുള്ളവരെ ടീച്ച് ചെയ്യുമ്പോൾ നമ്മളും കൂടുതൽ പഠിക്കുന്നു, അവരെ ഗൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഓൺ സ്കിൽസ് ഇംപ്രൂവ് ആകുന്നു, അവരുടെ സക്സസ് നമ്മുടെ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു. സോ അൾട്ടിമേറ്റ്ലി ഇത് വിൻ വിൻ സിറ്റുവേഷൻ ആണ്. എല്ലാവരും ബെനിഫിറ്റ് ചെയ്യുന്നു, എല്ലാവരും ഹാപ്പിയാകുന്നു. ഇതാണ് ട്രൂ സക്സസിന്റെ ഡെഫിനിഷൻ.